മുടി നല്ല തിക്നെസ്സോടുകൂടി വളരാനും മുടിക്ക് നല്ലൊരു തിളക്കം ലഭിക്കാനും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഹെയർ പാക്കിൽ മുട്ടയുടെ വെള്ളയാണോ മുട്ടയുടെ മഞ്ഞ മിക്സ് ചെയ്യുന്നതാണോ കൂടുതൽ നല്ലതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. മുട്ടയുടെ മഞ്ഞയിലും മുട്ടയുടെ വെള്ളയിലും പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, മുട്ടയുടെ മഞ്ഞയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ഫാറ്റി ആസിഡ്സ് ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ബയോട്ടിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മുടി വളർച്ചയ്ക്കും അതുപോലെ ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ശിരോചർമ്മം ബലപ്പെടുത്താനും സഹായിക്കുന്നതാണ്. എഗ് വൈറ്റിലാണെങ്കിൽ വൈറ്റമിൻ B12 പ്രോട്ടീൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതും ഹെയർ ഫോളിക്കിൾസ് ബലപ്പെടുത്താനും അതുപോലെ ഹെയർ ഫോളിക്കിൾസിനെ ഡാമേജിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കും. മാത്രമല്ല, സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും നല്ലതാണ്. എഗ് വൈറ്റിലാണ് എഗ് യോക്കിനെക്കാട്ടിലും അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയിലേക്ക് അടങ്ങിയിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് എഗ് വൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കുകയും ചെയ്യും. കൊളാജൻ പ്രൊഡക്ഷൻ നടക്കുന്നത് ഹെയർ സെൽസിനെ ഡാമേജിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കും. നല്ല രീതിയിൽ മുടി തിക്നെസ്സോടുകൂടി വളരാൻ സഹായിക്കും. ഹെയറിനെ മൊത്തത്തിലൊരു നറിഷ്മെൻറ്റ് കൊടുക്കാൻ എഗ് വൈറ്റ് നല്ലതാണ്. എന്നാൽ മുട്ടയുടെ മഞ്ഞ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാനും ഫ്രിസിനെസ് മാറാനും ഒക്കെ നല്ലതാണ്. മുടി നല്ല സോഫ്റ്റ് ആവാൻ സഹായിക്കുന്ന ഒന്നാണ് മുട്ടയുടെ മഞ്ഞ. മുട്ടയുടെ മഞ്ഞയിലാണ് ബയോട്ടിൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ എഗ് വൈറ്റ് ഹെയറിനെ എക്സസ് ഓയിൽ നീക്കം ചെയ്യാനും സെബം പ്രൊഡക്ഷൻ ബാലൻസ് ചെയ്യാനും ഒക്കെ സഹായിക്കും. എപ്പോഴും മുട്ടയുടെ മഞ്ഞയാണ് മുട്ടയുടെ വെള്ളയെക്കാട്ടിലും മുടിക്ക് കൂടുതൽ നറിഷ്മെൻറ്റ് നൽകുന്നത്. എന്നാൽ കൂടുതൽ ഒരു ക്ലെൻസിങ് പ്രോസസ്സിന് സഹായിക്കുന്ന ഒന്നാണ് മുട്ടയുടെ വെള്ള. എന്നാൽ കൂടുതൽ നറിഷ്മെൻറ്റ് നൽകുന്നതും മുടി കട്ടിയോടുകൂടി വളരാൻ സഹായിക്കുന്നതും മുട്ടയുടെ മഞ്ഞയാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മുടിക്ക് നല്ലൊരു ബലം കൊടുക്കാനും ഹെയർ ഫോളിക്കിൾസിനെ ബലപ്പെടുത്താനും കൊളാജൻ പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കും. മുടി തിക്നെസ്സോടുകൂടി വളരാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുന്നതാണ് നല്ലത്.